ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. സോ മക്കളെ, നമ്മുടെ എക്സാം ടൈം ആണല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനത്തിൽ ക്വസ്റ്റ്യൻസ് വരിക എന്നായിരിക്കും നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം പാഠപുസ്തകത്തിന് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് ഇതിനു മുമ്പ് പല എക്സാംസുകളിലായിട്ട് നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ഓരോ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ നിർബന്ധമായി കൊണ്ടുപോകേണ്ട ഒന്നാണ് സ്കെച്ച് പെൻ, അതായത് കളർ പെൻസിൽ. കാരണം കളർ ചെയ്യാൻ എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവർക്ക് വട്ടം വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഫ്രോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, നമ്മുടെ ടോട്ടോയിസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, പിന്നെ കുറച്ച് ഇത് നമ്മുടെ ബേർഡ്സ് ഉണ്ട് അല്ലേ, നമ്മുടെ പാരറ്റ് ഉണ്ട്, നമ്മുടെ കോഴി ഹെന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രൊക്കഡൈലുണ്ട്, അതേപോലെ തന്നെ ഒരു മിടുക്കി കുട്ടീനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവർക്ക് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ കുറച്ച് ആൾക്കാർ കരയിൽ ജീവിക്കുന്നവരാണ്, കുറച്ച് ആൾക്കാർ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ്. കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളോട് ചോദിക്കുന്നത് വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നത് ഇതിലാരൊക്കെയാണ് നോക്കിക്കേ. വെള്ളത്തിൽ മാത്രം, അതായത് കരയിൽ പിടിച്ചിട്ടാൽ അവ ചത്തുപോകും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിവിടെ ഫിഷ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ നമ്മുടെ ഫ്രോഗ് ഉണ്ട്. ഫ്രോഗിനാണെങ്കിൽ വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാനായിട്ട് പറ്റും. നമ്മുടെ ആമയും അതുപോലെ തന്നെ നമ്മുടെ ഞണ്ട്, ഈ പറയുന്ന ക്രൊക്കഡൈൽ, ഇവർക്കൊക്കെ എന്താണ്, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിഷിനെ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി വെള്ളത്തിലും കരയിലും കൂടി ജീവിക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്രൊക്കഡൈൽ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ക്രാബ്, ടോട്ടോയ്സോ ഒക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ഇനി കരയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇവിടെ ബേർഡ്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പെൺകുട്ടിയുണ്ട്, നമ്മുടെ കൂട്ടുകാരിയുണ്ട്, അവരെയൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അപ്പം കരയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പേര്, വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ കരയിലും വെള്ളത്തിലും കൂടി ജീവിക്കുന്ന ആൾക്കാരുടെ പേര് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. വട്ടം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, കളർ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നിങ്ങളോട് വട്ടം വരയ്ക്കാനും കളർ കൊടുക്കാനും ഒക്കെ നമ്മുടെ ചോദ്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വായിക്കൂ, നിറം നൽകൂ. അപ്പോൾ ഇവിടെ ഒരു കുട്ടീനെ, ഒരു പാവക്കുട്ടീനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആ പാവക്കുട്ടിക്ക് നിറം കൊടുക്കണം. പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് തോന്നിയ പോലെ ഇത് നിറം കൊടുക്കരുത്, ഇത് വായിച്ചിട്ട് കൃത്യമായിട്ട് നിറം കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കറുത്ത മുടി. ഓക്കെ, അപ്പം മുടിക്ക് ഏത് നിറമാണ് കൊടുക്കേണ്ടത്? കറുത്ത നിറമാണ്. അപ്പം നമ്മളിതാ ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ മുടിക്ക് ഏത് നിറം കൊടുത്തു? ഇതാ കറുത്ത നിറം, ബ്ലാക്ക് കളറാണ് നമ്മൾ മുടിക്ക് കൊടുത്തത്. അപ്പം ഈ ചോദ്യം വായിച്ചു നോക്കിയിട്ട് ചോദ്യത്തിൽ വന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ചുവന്ന ചുണ്ട്. അപ്പം നമുക്കിനി റെഡ് നിറത്തിലുള്ള ചുണ്ടാക്കണം. അപ്പം നമ്മളിതാ ചുവന്ന ചുണ്ട് കൊടുക്കുവാണ്. യെസ്. ഇനി പച്ച കുപ്പായമാണ്. അപ്പം കുപ്പായത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അപ്പം നമുക്ക് ഇതാ ഈ കളർ പച്ച കൊടുക്കാം. പച്ചക്കുപ്പായം ആയതുകൊണ്ട് തന്നെ ഞാനിതാ ഇങ്ങനെ ജസ്റ്റ് വേഗം ഒരു പച്ച നിറം ഇവിടെ ഇങ്ങനെ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഏറ്റവും നല്ല വൃത്തിയായിട്ട് കൊടുക്കാനായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളോട് പറയുന്നത് നീല വള. അതാ കുട്ടിക്ക് 2 വള കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിതാ വളയ്ക്ക് നമ്മൾ നീല നിറം കൊടുത്തു. ഇനി നീല മാല, അപ്പം മാലയും കാണുന്നുണ്ട്, മാലയ്ക്ക് നമ്മൾ നീല നിറം കൊടുത്തു. ഇനി ഇവിടെ വേണമെങ്കിൽ ആ കുട്ടിയുടെ ഷൂസിനൊക്കെ നിറം കൊടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇവിടെ പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിറം കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിറം കൊടുക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരിക എന്നൊരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റായിട്ട് നിറം കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാൻ പറയും. ചിലപ്പോൾ ഇതേപോലെ വട്ടം വരച്ചിട്ട് നിറം കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതായത് ഇപ്പോൾ വളയ്ക്ക് നീല നിറം, ഡ്രസ്സിന് ചുവപ്പ് നിറം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ രീതിയിലും നിറം കൊടുക്കാനായിട്ട് വരും. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും കുറേ ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ അടിപൊളിയായിട്ട് സജീവമായിട്ട് വർക്കിംഗ് ആണ്, ആക്റ്റീവാണ്. സോ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകളും നമ്മുടെ റെക്കോർഡ് സെക്ഷൻസുകളും ഒക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സൈലത്തിൻ്റെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ എനിവേ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.